നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മറുനാടൻ മലയാളിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും സംയുക്തമായി നടത്തിയ രണ്ടാം ഘട്ട അഭിപ്രായ സർവേയുടെ രണ്ടാം ഭാഗത്തിലും UDFന് വ്യക്തമായ മുൻതൂക്കം. മലപ്പുറം, പൊന്നാനി, പാലക്കാട്, ആലത്തൂർ, തൃശൂർ എന്നീ മണ്ഡലങ്ങളിലെ സർവേയിൽ പാലക്കാട് മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. മലപ്പുറം, പൊന്നാനി എന്നിവിടങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ നിലനിർത്തുന്ന UDF തൃശൂരും ആലത്തൂരും പിടിച്ചെടുക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇവിടെ തൃശൂരിലും ആലത്തൂരിലും വെറും 1% ലീഡ് മാത്രമാണ് UDFനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങൾ അന്തിമമായി എങ്ങോട്ട് ചായുമെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. മറുനാടൻ മലയാളി നടത്തിയ ഒന്നാം ഘട്ട സർവേയിൽ മലപ്പുറം, പൊന്നാനി എന്നീ മണ്ഡലങ്ങളിൽ UDFനും പാലക്കാട്, ആലത്തൂർ, തൃശൂർ എന്നിവിടങ്ങളിലും LDFനാണ് മുൻതൂക്കം പ്രവചിച്ചിട്ടുള്ളത്. അതായത് ആദ്യഘട്ടത്തിലെ LDF 3, UDF 2 എന്ന നില UDF 4, LDF 1 എന്ന നിലയിലേക്ക് നേരെ തിരിയുകയാണ്. UDFന് അനുകൂലമായി ഒരു ട്രെൻഡ് രൂപപ്പെടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഇത് നൽകുന്നത്. ആലത്തൂരിന് സമാനമായ ഫോട്ടോ ഫിനിഷ് തന്നെയാണ് തൊട്ടടുത്ത മണ്ഡലമായ തൃശൂരിലും കാണുന്നത്. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ ഇവിടെ വെറും 1% വോട്ടിന് മാത്രമാണ് മുന്നിലെത്തിയിരിക്കുന്നത്. UDFന് 41% വോട്ടുകൾ കിട്ടുമ്പോൾ 40% വോട്ടുമായി ഇടതുമുന്നണിയിലെ രാജാജി മാത്യു തോമസ് തൊട്ടുപുറകിലുണ്ട്. NDA സ്ഥാനാർത്ഥിയായി വന്ന സുരേഷ് ഗോപിയും 18% വോട്ടുകൾ നേടി ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. മറുനാടൻ മലയാളിയുടെ ഒന്നാം ഘട്ട സർവേയിൽ തൃശൂരിൽ LDF ആയിരുന്നു മുന്നിലെത്തിയിരുന്നത്. LDF 42, UDF 40, NDA 13 എന്നിങ്ങനെയായിരുന്നു അന്നത്തെ വോട്ട് വിഹിതം. സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ NDAയുടെ വോട്ട് വിഹിതം ഉയർന്നിട്ടുണ്ട്. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമെന്നാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വയനാട്ടിലേക്കുള്ള കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വരവോടെ തുഷാർ വയനാട്ടിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും തുടർന്ന് സുരേഷ് ഗോപിയെ തൃശൂരിൽ മത്സരിപ്പിക്കാൻ NDA നേതൃത്വം തീരുമാനിക്കുകയുമായിരുന്നു. രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ ക്രിസ്ത്യൻ വോട്ടുകൾ UDFന് അനുകൂലമാവാനുള്ള സാധ്യത രൂപപ്പെട്ടതായി സർവേ സൂചകങ്ങൾ വിലയിരുത്തുന്നു. പക്ഷേ രാജാജി മാത്യു തോമസ് എന്ന സ്ഥാനാർത്ഥിയുടെ ജനകീയതയിലും വ്യക്തിപ്രഭാവത്തിലുമാണ് LDFന്റെ പ്രതീക്ഷ. സിറ്റിംഗ് MP-യായ CPIയിലെ CN ജയദേവനെ മാറ്റി CPI രാജാജിക്ക് സീറ്റ് കൊടുത്തത് കടുത്ത മത്സരം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ തവണ CN ജയദേവൻ ഇവിടെ 38,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. പക്ഷേ അന്ന് KP ധനപാലനും PC ചാക്കോയും പരസ്പരം സീറ്റ് വെച്ചുമാറിയതടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ UDFൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുന്നണിയിൽ പടലപ്പിണക്കങ്ങളില്ലാത്തത് UDFന് കരുത്താകുന്നുണ്ട്. ഇരു മുന്നണികളെയും മാറി മാറി തുണയ്ക്കുന്നതാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. 99-ൽ UDFനൊപ്പമായിരുന്നു മണ്ഡലം. 2004-ൽ LDFനൊപ്പമായി. 2009-ൽ വീണ്ടും UDF ജയിച്ചപ്പോൾ 2014 മണ്ഡലം വീണ്ടും ഇടതുമുന്നണി തിരിച്ചുപിടിച്ചു. ഈ ചാഞ്ചാടുന്ന സ്വഭാവം ഗുണം ചെയ്യുമെന്നാണ് UDF കരുതുന്നത്. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുവെച്ച് ഈ മണ്ഡലങ്ങളൊക്കെ LDFനൊപ്പമാണ്. പക്ഷേ ആ ട്രെൻഡിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ വോട്ടിംഗ് പാറ്റേൺ ആണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാറുള്ളത്.